എല്ലാവർക്കും നമസ്കാരം. മിനിൻ്റെ കേട്ടോ അടുത്ത്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടീനിയൊക്കെ പൂക്കളൊക്കെ കഴിഞ്ഞു കണ്ട. അപ്പോൾ വലിയ കൊമ്പുകളായിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്ത് കുറേശ്ശെ വളമൊക്കെ ഇട്ട് കൊടുക്കണം. പൂക്കളൊക്കെ കുറഞ്ഞു മൊത്തത്തിൽ അടീനിയത്തിൻ്റെയൊക്കെ. പിന്നെ കമ്പുകൾ ഇതേപോലെ വലുതായി പോയി കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ല നമ്മുടെ ചെടി കാണാനായിട്ട്. ഇപ്പം താഴെ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയൊരു മരം പോലെയൊക്കെ വളർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ചില വീടുകളിലൊക്കെ അടീനിയം താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല വെള്ളം വാർന്നു പോണ മണ്ണുള്ള സ്ഥലത്തൊക്കെ വെച്ച് കൊടുത്തിട്ട് മഴക്കാലത്തൊന്നും യാതൊരു പ്രശ്നങ്ങളില്ലാണ്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ കാണണം ചെറിയൊരു കുറ്റി മരം പോലെയാണ്. അപ്പം ഈ അടീനിയത്തിൻ്റെ സീസൺ ആകുമ്പോൾ അതിലൊക്കെ നിറയെ പൂക്കളുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഹൈബ്രിഡൊന്നല്ല, സാധാ ലോക്കൽ നമ്മുടെ അടീനിയങ്ങളില്ലേ, നാടൻ അടീനിയങ്ങൾ, അതിന് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ ചട്ടിയിലൊക്കെ ഇങ്ങനെ വളർത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് പ്രൂൺ ചെയ്ത് ഇത് നല്ല ഭംഗിയിൽ വെച്ചാലേ ഇത് ഭംഗിയുള്ളൂ. പിന്നെ പൂക്കളും നന്നായി വരണമെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഫെബ്രുവരി മാർച്ചൊക്കെ ആയിട്ട് പ്രൂണിങ് സമയമാണ്. അടീനിയത്തിൻ്റെ പൂക്കളൊക്കെ കഴിഞ്ഞു. ഈ പ്രൂൺ ചെയ്ത് വളർത്ത് കഴിഞ്ഞാൽ ഇത് വരുന്ന തളിർപ്പിലൊക്കെ നിറയെ മുട്ടുകൾ വന്ന് പൂവിടാൻ തുടങ്ങും. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് അടിപൊളിയാക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മിനി ഇതേ വെയിറ്റ് ചെയ്യുന്നു കണ്ട. അടീനിയം പ്രൂൺ ചെയ്യാൻ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ പുതിയൊരു ബ്ലേഡ്, ഞാനൊരു പാക്കറ്റ് ബ്ലേഡ് ഇതിനായിട്ട് വാങ്ങി വെച്ചിരിക്കുന്നു. അടീനിയം പ്രൂൺ ചെയ്യാനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കത്തിയ ബ്ലേഡൊക്കെ ഉപയോഗിക്കുന്ന വെച്ചാൽ നല്ല ഹൈഡ്രജൻ പെറോക്സൈഡൊക്കെ ഉപയോഗിച്ച് നന്നായി ക്ലീൻ ചെയ്തിട്ട് വേണം അടീനിയം നമ്മൾ പ്രൂൺ ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഫംഗൽ അറ്റാക്ക് വന്നിട്ട് നശിച്ച് പോണ ഒരു ചെടിയും കൂടിയാണ് അടീനിയം. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പ്രൂൺ ചെയ്യുമ്പോൾ പുതിയ ബ്ലേഡ് ഉപയോഗിക്കും. ഇത് പുതിയ ബ്ലേഡാണ്, അതുകൊണ്ട് ഇതിപ്പോൾ ഇനി തുടക്കൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇത് കവറിൽ നിന്ന് ഊരി കട്ട് ചെയ്യുക വേണ്ട. പിന്നെ നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ കോട്ടൺ പഞ്ഞി എടുത്താലും മതി. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിന് ഇങ്ങനെ പശ വീഴും. അത് തുടയ്ക്കാനുള്ള ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ ഫംഗിസൈഡ് സാഫ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് നനച്ച് പേസ്റ്റ് പോലെ ആക്കണം. ഈ പ്രൂണിങ് ചെയ്യുന്ന ഭാഗത്തൊക്കെ ഈ സാഫ് നമ്മൾ തേച്ച് കൊടുക്കണം. തേച്ച് കൊടുത്താൽ ഫംഗൽ അറ്റാക്ക് ഒന്നും ഇല്ലാണ്ട് അടീനിയം ചീഞ്ഞ് പോവാണ്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ സാഫ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഫംഗിസൈഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം. ഞാനപ്പോൾ സാഫ് കൈ കൊണ്ടൊന്നും തേക്കില്ല. അതുപോലെ ഒരു ബ്രഷ് വെച്ചിരിക്കുന്നു നനച്ച് ഇതുകൊണ്ട് തന്നെ പേസ്റ്റ് പോലെ ഇങ്ങനെ തേച്ച് കൊടുക്കും. അതിന് ഒരു ബ്രഷും കൂടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി അടീനിയം പ്രൂൺ ചെയ്യാൻ വേണ്ട സെറ്റപ്പ് കേട്ടോ. അപ്പം നമുക്ക് ഇനി പതുക്കെ ഇത് ഓരോന്ന് പ്രൂൺ ചെയ്തെടുക്കാം. ഇതൊക്കെ നോക്കിയാൽ വലിയ പൂക്കൾ കഴിഞ്ഞു കണ്ട. നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു ഇതൊക്കെ. എല്ലാത്തിലും പൂക്കൾ കഴിഞ്ഞു, വലിയ കമ്പുകളായി നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്തെടുക്കും. പശ തുടയ്ക്കണം. ടിഷ്യൂ പേപ്പർ എടുത്ത ആദ്യം എടുത്തതെന്തേ പശ നന്നായി തുടച്ചു കൊടുക്കണം കണ്ട. എന്നിട്ട് വേണം അത് വെക്കണം. ഇത് ഞാനേ ആ കൊമ്പ് വെട്ടിയതെന്താ കണ്ട, താഴ്ഭാഗം നല്ല ബുഷിയായിട്ട് വരുന്നുണ്ട്. അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും ചെടി കാണാനായിട്ട്. ഇനി ഇതിൽ വെച്ചു അടുത്തത് നമുക്ക് ഇതിന് ഒരുപാട് ഹൈറ്റായി കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ല കാണാൻ ചെടി. പൂക്കൾ ഒരുപാട് അടീനിയത്തിലുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം പ്രൂൺ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഒക്ടോബറൊക്കെ ആകുമ്പോൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ചില ടൈമിൽ ഞാൻ 2 പ്രാവശ്യമൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കും എൻ്റെ അടീനിയം. ഒക്കെ എന്തായാലും പൂ കഴിഞ്ഞു. കുറച്ചും കൂടെ നല്ല ബുഷിയായിട്ട് വരുമല്ലോ. പശ
പശ ഭയങ്കര പശയാട്ടാ ഇതില്ല. ഇനി ഞാനും കൂടിയിട്ട് വീഡിയോ ചെയ്യുന്ന കാരണം എന്താണെന്നാ, എനിക്ക് മിനി ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യാനൊരു സന്തോഷമാണ്. പിന്നെ പെട്ടെന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും. രണ്ടാളാകുമ്പോഴേ ഒരാൾ ചെയ്യുന്നേക്കാളും കുറച്ചും കൂടി എളുപ്പത്തിൽ വീഡിയോയിൽ നമുക്ക് എല്ലാതും ചെയ്യാൻ പറ്റും. ഇതിൽ വെച്ചു ഇനി നമുക്ക് പ്രൂൺ ചെയ്തതൊക്കെ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. ഈ ടേബിളും ഒന്ന് ഭയങ്കര കാറ്റ്, നല്ല ചൂടുണ്ട്. ഞങ്ങളുടെ തൃശ്ശൂര് ഭയങ്കര ചൂടാണ് കേട്ടോ, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് താഴേക്ക് മാറ്റി വെക്കണം. ഈ ഒരു അടീനിയം കണ്ട താഴെ തന്നെ നല്ല ബുഷിയായി വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ 2 കമ്പ് മേലേക്ക് നിന്ന് വെട്ടിക്കളഞ്ഞു. ഇപ്പൊ ഈ ചട്ടി തന്നെ കാണാൻ എന്തോ ഭംഗി നോക്കി. ഈ ഒരു അടീനിയം പിന്നെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് താഴെ തന്നെ നല്ല ബുഷിയായി ഞാൻ പ്രൂൺ ചെയ്ത് ഇതിന്റെ ഷേപ്പ് തന്നെ ഒരു നല്ല ഭംഗിന് കാണാനായിട്ട്. ഒരു കോട്ട പോലിനിത് കണ്ട, നല്ല ഭംഗിയുള്ള ഒരു അടീനിയാണിത്. അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വെച്ചത്. ഇതിപ്പോൾ പ്രൂൺ ചെയ്യുന്നില്ല ഞാൻ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ പൂക്കളും ഉണ്ട്, പൂക്കൾ കഴിഞ്ഞിട്ടില്ല. പിന്നെ കുറച്ച് നല്ല ഭംഗിയിൽ ഇരിക്കുന്നുണ്ട് ഇത്. അപ്പം ഇതൊന്നും എനിക്ക് ബോൺസായി ചട്ടിയിലേക്ക് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. ഇതിൻ്റെ കോഡക്സും ഇതൊക്കെ നല്ല ഷേപ്പൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതൊരു ബോൺസായി ചട്ടിയിലേക്ക് മാറ്റിയാൽ കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടാവും. ചില കമ്പൊക്കെ കണ്ട ഇത് ഉണങ്ങണ്, ചീഞ്ഞിട്ടില്ല, ഉണങ്ങി ഒക്കെ നന്നായിട്ട് ഇത് വെച്ചെടുക്കണം. അടീനിയത്തിനെ രക്ഷിച്ചെടുക്കണം. തുടക്കി മിനിയ നന്നായിട്ട്. എന്റെ ചെടി മോനെ മറ്റേ ഇതും കൂടിയൊന്നും. ഓ ഇവനുണ്ടല്ല, ഇവന് നമ്മൾ എന്ത് പണി ചെയ്യുമ്പോഴും വന്നിരിക്കും. ഷെയ്ക്കണ്ട നമ്മക്ക്, ഷെയ്ക്കണ്ട. ആ ഗുഡ് ബോയ്. മുട്ട് തന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല ചെടി മോനെ. മടിയിലിരിക്കട്ടാ, കുറുമ്പെടുക്കരുത്, മടിയിലിരിക്കി. ആ അതേ ഇത് മുറിക്കട്ടെ. തെറ്റിക്കഴിഞ്ഞാ ബ്ലേഡ് ചെടിമോൻ്റെ മേത്തിക്ക് വരും കേട്ടാ. എമീൻ ചേച്ചി പണിയെടുക്കണണ്ട, നീ ഹെൽപ്പ് ചെയ്ത. ഒരു ഹായ് പറഞ്ഞല്ല അവരോട്. ഹായ് പറ, അങ്ങോട്ട് നോക്ക്, ക്യാമറയിൽ കേട്ടിട്ട് ഹായ് പറഞ്ഞ പെണ്ണി. ഹായ് പറയടി. ആർച്ച് ചെടീന് പിന്നെന്താ, എല്ലാ പണി ചെയ്യുമ്പോഴും കൂട്ട് വരുന്ന കുട്ടീനത്. ഇനി നമുക്ക് ബോൺസായി ഒക്കെ ഒന്ന്, അയ്യോ കസാരയുടെ ഉള്ളിൽ കാല് വെട്ടാ എരുങ്ങടി, നമ്മത് മാറ്റി വെക്കട്ടെ. രമീൻ ചേച്ചി നോക്കിയ ചെയ്യുന്നു. ഇതിന്റെ 2 കളർ എന്തെങ്കിലും ഉണ്ട്, ഡാർക്ക് മജന്ത ഉണ്ട്, ഈ ഒരു ഷെയ്ഡും ഉണ്ട്. എന്താ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് ഇത്. അപ്പൊ ഇത് ഞാനിപ്പൊ മുറിക്കുന്നില്ല. ഇതിന്റെ ഉള്ള ഒരു കമ്പില് ഇതിൽ ഈ കുഞ്ഞു കമ്പിലും മുട്ടുണ്ട്, ഇതില് പൂവുണ്ട്. അപ്പൊ ഇത് മുറിക്കുന്നില്ല, ഇത് മാറ്റി വെക്കാം. കണ്ട, ബാക്കി പൂവില്ലാത്ത മുറിക്കാം നമുക്ക്. പിന്നെ ഈ ഒരു അടീനിയത്തിന് ഒരു ഡാമേജ് പറ്റിയിട്ടുണ്ട് കണ്ട, ഇതിന്റെ കോഡക്സ് നോക്കി ഓട്ടയായിട്ട്. പിന്നെ ഞാൻ ഫംഗിസൈഡൊക്കെ സാഫൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഹാർഡായി ഇരിക്കുന്നുണ്ട് കോഡക്സ്. ഇവിടെ കുറച്ച് സൈഡ് ചീഞ്ഞ് പോയിട്ട്. അപ്പം ഇതൊന്ന് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഇതിലൊന്നും പൂക്കളില്ല, ഈ ഒരു അടീനിയത്തിലും പൂക്കളില്ല. അപ്പം ഇതൊന്നും നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം കേട്ടാ. ഇപ്പം ഇതിൽ ഈ ബോൺസായിൽ 2 വിത്ത് വന്ന് നിൽക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ വെള്ളീന് കേട്ടാ, വെള്ള സിംഗിൾ പെറ്റല് ബോൺസായിനെ. അപ്പൊ ഇതില് 2 വലിയ വിത്ത് വന്ന് നിൽക്കുന്നുണ്ട്, പയറ് പോലെ കാണണ്ട. അപ്പൊ ഇതെന്ത് ചെയ്യണം, നമ്മള് പൊട്ടി തൂളി പോവാണ്ടിരിക്കാൻ ഇവിടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കണം 2 സൈഡ്.
അപ്പോൾ ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ പൊട്ടിത്തൂളി പോവില്ല. റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിൽ അവിടെ ഇരിക്കും, എവിടെയും പോവില്ല. എന്നിട്ട് നമുക്ക് ഇത് ശരിയാവുമ്പോൾ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തൂളി പോവും. ഊമ്പന്താടി പോവില്ല, നമ്മുടെ അപ്പൂപ്പന്താടി. അതുപോലെ പറന്ന് കാറ്റിൽ പറന്ന് പോയി എവിടെയെങ്കിലൊക്കെ പോയിട്ട് ഇതിൻ്റെ വിത്ത് മുളയ്ക്കും. അപ്പം അങ്ങനെ ഇവിടെ റബ്ബർ ബാൻഡ് ഇട്ടേക്കാം കേട്ടാ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടാ ഇതൊക്കെ സൂത്രങ്ങൾ പറഞ്ഞു തരും. അതെ, ഇനി നമുക്ക് നമ്മുടെ ഇതൊക്കെ ഒന്ന് പ്രൂവ് ചെയ്യും. ഇത് വെള്ളീന് സിംഗിൾ പാക്കറ്റ് വെള്ളം. ഇപ്പോൾ ഡബിൾ പെറ്റലാണ് ഞാനിപ്പോൾ ഇന്നാള് ഓൺലൈനിൽ വാങ്ങിയിട്ട് ഞാൻ വീഡിയോ ചെയ്തില്ലേ, അത് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ചുമന്ന പൂവാണ് അതിൽ വന്നിട്ടുള്ളത്. നമ്മൾ വിചാരിച്ച കളറൊന്നും നമുക്ക് കിട്ടിയില്ല. ചോപ്പാണ് വന്നിട്ടുള്ളത്. ചോപ്പെന്ന് വെച്ചാൽ എൻ്റെ ഞാൻ വാങ്ങിയേക്കാളും നല്ല റെഡ് എൻ്റെ കയ്യിലുണ്ട്. അത് ഒരു ഗ്രോത്ത് ശരിക്കും വരുന്നില്ല ആ പ്ലാന്റ്സേ. ഞാൻ കാണിച്ചു തരാം. അത് അതേപോലെ ഇങ്ങനെ ശോഷിച്ച് നിൽക്കണം. വിചാരിക്കുക, പ്രതീക്ഷ കൈവിടാൻ പാടില്ല. ശരിയാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അപ്പം ഞാൻ പ്രൂൺ ചെയ്തപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ നിർത്തണം, വിത്തുള്ളത് കേട്ടാ. അതവിടെ നിൽക്കട്ടെ. ഉണങ്ങി ചീഞ്ഞ പോലെ ആയിട്ട് കുഴപ്പമില്ല, വേറെ വരും. താഴ്ത്തി നല്ലോണം പശിൻ്റെ എല്ലാത്തിനും. ബോൺസായിക്കെ നോക്കിയത് ഇതുപോലെ പ്രൂൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കണ്ട ബാക്കിയുള്ള ചട്ടികളൊക്കെ ഇങ്ങനെ പ്രൂൺ ചെയ്തിട്ടുണ്ട്. കുറച്ച് ചെടിയിൽ പ്രൂൺ ചെയ്തിട്ടില്ല, ഇതൊക്കെ അങ്ങനെ തന്നെ നിർത്തിയിരിക്കുന്നു. 2 കമ്പുള്ളോ അതിൽ പൂക്കളുണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ അങ്ങനെ വെച്ചിരിക്കുക. ഇതിലൊക്കെ പൂക്കളുണ്ട്. അപ്പം പിന്നെ ഇതൊക്കെ ഇങ്ങനെ മുറിക്കാൻ തോന്നണില്ല. തീരെ പൂവില്ലാത്ത മാത്രം ഞാൻ പ്രൂൺ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ കടയൊക്കെ ഒന്ന് ഇളക്കിയിട്ടേ കുറേശ്ശെ വളം ഇട്ട് കൊടുക്കുക. വളം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. വളം തന്നെയാണ് ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറേശ്ശെ നമുക്ക് ഇതിൻ്റെ കടയൊക്കെ ഇളക്കിയിട്ട് കൊടുക്കാം. ഈ കൊലരി വെച്ച് പതുക്കെ നമുക്ക് മണ്ണൊക്കെ വടിയായാലും മതി. കൊലരി ആകുമ്പോൾ ചിലപ്പോഴേ വലിയ കൊലരി ആയതുകൊണ്ട് ചെറിയ വടി വെച്ചിട്ട് ഇളക്കണം. ഇങ്ങനെ ഇളക്കോ മിന്നി. പതുക്കെ ഇതുപോലെ സൈഡൊന്ന് മണ്ണിളക്കി കൊടുക്കുക. മണ്ണിളക്കിയിട്ട് വളമിട്ട് കൊടുക്കുക. മതി. അടുത്തത് മണ്ണൊക്കെ പോയി കടയിലേ. ഇനിയിപ്പോൾ ഇതൊന്ന് ഇതാക്കി വെക്കുക. റീപ്പോർട്ട് ചെയ്യേണ്ട സമയമായി ബോൺസായിയൊക്കെ ഒന്ന്. അത് വേറൊരു ദിവസം ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെറുതെ ഇളക്കിയാൽ മതി. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ വളമിട്ട് കൊടുക്കാം. അത് എല്ലാതും അങ്ങനെ ഇളക്ക്. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാം വളം കുറേശ്ശെ ഇങ്ങനെ. നല്ലത് ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്ത വളമാണ് ഇട്ടത് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അടിയത്തിന്.
ആ ഇപ്പോൾ വെച്ചത് അത് ഇനി വളടാറായിട്ടില്ല. അതുപോലെ ഇങ്ങനെ സൈഡിൽ കൂടെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. പ്രൂണിങ് ചെയ്ത എല്ലാ അടീനിയത്തിനും നമ്മൾ കുറേശ്ശെ വളവും ഇട്ട് കൊടുത്തു കേട്ടോ. മണ്ണൊക്കെ ഇളക്കി വളം ഇട്ട് കൊടുത്തു. കുറച്ച് ചെടി മാത്രമേ ഇപ്പം നമ്മൾ പ്രൂൺ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പൂക്കളുള്ള കാരണം പ്രൂൺ ചെയ്തിട്ടില്ല. പിന്നെ ദേ ഞാൻ വാങ്ങിയ അടീനിയത്തിൻ്റെ ഒരു അവസ്ഥ നോക്കിയൊന്ന് കണ്ട. ഇത് നിൽക്കണത് എങ്ങനെയെന്ന്. എല്ലാതും ഇതുപോലെ തന്നെയാണ് നിൽക്കുക. ഇതൊന്ന് നോക്ക് ദേ. ഒന്നും ഒരു ഉഷാറില്ല ചെടികൾ. എന്തോ ശോഷിച്ച് ആരോഗ്യമില്ലാത്ത ചെടികൾ കണ്ട നിൽക്കണത്. ഒരു ഇതില്ലാണ്ട്. ഇതടുത്തത് ഇത് കുറച്ചൊരു സമാധാനമുണ്ട് കാണുമ്പോൾ, ഒരാശ്വാസം ഈ ചെടി കാണുമ്പോൾ. അങ്ങോട്ടെ തിരിച്ച് വെച്ച് കാണിച്ചു തരാം. കണ്ട ചെടി വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു അവസ്ഥ നോക്കിയൊന്ന് നോക്കിയേ. ശൂലം പോലെ പോയിട്ട് പോണു കണ്ട. അവസ്ഥയാണ് ഈ കാണുന്നത്. എൻ്റെ മറ്റുള്ള അടീനിയങ്ങളെ കരുത്തൊന്ന് നോക്കിയേ. കോഡക്സ് ആയാലും കണ്ടില്ലേ എന്ത് പച്ചച്ച് നിൽക്കണത് നല്ല ഭംഗിയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ അടീനിയം പ്രൂണിങ്ങും വളടലും ഒക്കെ കഴിഞ്ഞു. ടെറസിൻ്റെ മേലെ ആയതുകൊണ്ടേ ഭയങ്കര ചൂട്. ഇപ്പോൾ ഏകദേശം 4 മണിയായിട്ടുണ്ട്, വൈകിട്ട് 4-4:30 എന്നിട്ടും ഞങ്ങൾക്ക് ഇവിടെ ടെറസിൻ്റെ മേലെ നിൽക്കാൻ പറ്റുന്നില്ല. ചൂടുകൊണ്ട് വിയർത്ത് കുളിക്കുന്നു. എന്നാലും ഇപ്പോൾ അടീനിയം പ്രൂൺ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായതുകൊണ്ടാണ് എല്ലാതും ഒന്ന് പ്രൂണിങ് ചെയ്ത് കുറച്ച് ചെടികളൊക്കെ അവിടെ നിർത്തി. ഇതുപോലെ പൂക്കളുള്ള കുറച്ച് ചെടികൾ അവിടെ മാറ്റി നിർത്തി ബാക്കിയെല്ലാം പ്രൂൺ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് സപ്പോർട്ടൊക്കെ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തരാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പൂക്കളും ചെടികളും ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ നിങ്ങൾക്ക്. ഞാനൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ഈ ചെടിമേലത്തെ ഒരു പൂ വാടി കഴിഞ്ഞാൽ എൻ്റെ ഹാർട്ട് ഇങ്ങനെ ഇടിക്കും. അതുപോലെ എന്താ പറയുക, ചെടിക്ക് വേണ്ടി ജീവൻ കളയുന്ന ഒരാളല്ല. അത് എനിക്കറിയാൻ പറ്റും ഞാൻ എങ്ങനെയാണ് എൻ്റെ ചെടികൾ നോക്കുന്നത്. പിന്നെ അതിന് എനിക്ക് കട്ട സപ്പോർട്ടായി നിൽക്കുന്ന ഒരാളും കൂടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടുന്ന് മാറി നിന്നാലും ചെടി നനയ്ക്കല്. ഇത് കൂടുതൽ ചെടീനെ പറ്റി അറിയില്ലെങ്കിലും കൂടിയിട്ട് ഒരുവിധമൊക്കെ മാനേജ് ചെയ്യും മൂപ്പര്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.